ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ് 1ൻ്റെ ഇംഗ്ലീഷ് എക്സാമാണ് ഇനി വരാനുള്ളത്. ഇംഗ്ലീഷ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ബസ്സിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ബസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓട്ടോറിക്ഷയുടെ പറ്റിയിട്ട് എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ബസ്സിനെയും കാറിനെയും ഒക്കെ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ എന്തായാലും ബസ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, എ ബസ്, എ റെഡ് ബസ്, എ ബിഗ് റെഡ് ബസ്, ബസ് ഹാസ് വീൽസ്. ഇവിടെ നിങ്ങൾ ബിഗ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്മോൾ എന്നും കൂടി പഠിച്ചു വെക്കണം. ബിഗിൻ്റെ സ്പെല്ലിങ്ങും സ്മോളിൻ്റെ സ്പെല്ലിങ്ങും കൂടി പഠിച്ചു വെക്കണം. ദെൻ ബസ് ഹാസ് വീൽ അല്ലേ, വീൽസ് ഉണ്ടല്ലേ ബസ്സിന്. ഹാസ് വീൽസ് എന്ന് പറഞ്ഞാൽ എന്താ, വീൽസ് ഉണ്ടെന്ന്. ബസ് ഹാസ് ഹോൺ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ബസ് ഹാസ് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ ഒന്ന് എല്ലാവരും നോക്കി വെക്കുക. വീൽ, ഹോൺ, ലൈറ്റ്. ചെറുതായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ എന്തായിട്ടും സ്വന്തമായിട്ട് പഠിക്കാം, എഴുതി പഠിക്കാം. എല്ലാ മക്കളും കുറച്ചൊരു 3-4 വാക്കെങ്കിലും 3-4 സെൻറ്റൻസ് എങ്കിലും എഴുതാൻ പഠിക്കണം. ഇവിടെ ഹാസ് എന്ന് വെച്ചാൽ എന്താണ്, ബസ് ഹാസ് വീൽസ്, ബസ്സിന് വീൽസ് ഉണ്ടെന്ന്. അപ്പോൾ ഹാസ് ഒക്കെ എഴുതാൻ പഠിക്കാം. നെക്സ്റ്റ് പറയുന്നത് കാറിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് മുകളിൽ കൊടുത്തത്. നിങ്ങൾക്ക് കാണാം, എ കാർ, എ ബ്ലൂ കാർ. ഇവിടെ എന്ത് കാറാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലൂ കളർ കാറാണല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, കുറച്ച് കളേഴ്സിൻ്റെ നെയിംസൊക്കെ എന്തായാലും പഠിച്ചു വെക്കുക. അതിൻ്റെ സ്പെല്ലിങ്സ് ഒക്കെ എന്തായാലും നിങ്ങൾ കുറേ പേര് UKG പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഇപ്പോഴും അതൊന്ന് റിവൈൻഡ് ചെയ്തെടുത്തിട്ട് കളറിൻ്റെ എല്ലാ കളേഴ്സ് നെയിംസും ഒരുവിധം 5-6 കളേഴ്സ് നെയിംസൊക്കെ പഠിച്ചു വെക്കുക. എ ബ്ലൂ സ്മോൾ കാർ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് സ്മോൾ എന്ന് എഴുതുമ്പോൾ സ്മോളിൻ്റെ സ്പെല്ലിങ് ആവശ്യമാണ്, അപ്പോൾ അതും പഠിച്ചു വെക്കുക. The car has light, the car has wheel, the car has horn, car has seat. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസിയുള്ള സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും നോക്കി വെക്കുക. പ്രധാനമായിട്ടും കാറിനെ പറ്റിയും ബസ്സിനെ പറ്റിയും ഏതെങ്കിലും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. നമ്മളെ ചാപ്റ്ററിൽ ഹോങ് ടൂത്ത് എന്ന ചാപ്റ്ററിൽ നിങ്ങളത് പഠിക്കുന്നില്ലേ, അതുകൊണ്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ട് എന്നാണ് അല്ലേ. ദ കാർ ഹാസ് ലൈറ്റ്, കാറിന് ലൈറ്റ് ഉണ്ട്, കാറിന് വീൽസ് ഉണ്ട്, കാറിന് ഹോൺസ് ഉണ്ട്, ആൻഡ് കാറിന് സീറ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ ബസ്സിലും കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. നിങ്ങൾ മാറ്റി എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഞാനിതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക്